ഹായ് ഗൈസ്, നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് ഫ്രീലാൻസിങ്ങിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതൊക്കെ സ്കില്ലാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ സ്കില്ല് പഠിച്ചാലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുക എന്നുള്ളത്. ഓക്കെ ഓക്കെ ഇപ്പം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ക്ലയൻറ്റിനെ എങ്ങനെ തിരഞ്ഞെടുക്കണം, അതേപോലെ തന്നെ പുതിയ ക്ലയൻറ്റിനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും, അതേപോലെ തന്നെ ലീഡ്സ് നമുക്ക് എങ്ങനെ കിട്ടും, അതേപോലെ തന്നെ എങ്ങനെ നമ്മളൊരു ക്ലയൻറ്റിനെ അപ്രോച്ച് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ലോക്കൽ ഏരിയനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങളെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളെ സർവീസോ നമ്മളെ ഫ്രീലാൻസിങ്ങോ എന്താച്ചാലും ഇത് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ തേടി നിങ്ങളെ ക്ലയൻസിൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഗൂഗിളിൽ നിങ്ങൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അതായത് ഗൂഗിൾ മാപ്പിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഡീറ്റെയിലും നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ വർക്കിനും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാപ്പിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈൽ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. കാരണം ഇതുവഴി നിങ്ങൾക്ക് ഓർഗാനിക്കായിട്ട് എന്തായാലും ക്ലയൻസ് വരുന്നതായിരിക്കും, അതിലൊരു സംശയമില്ല. ഓക്കെ, രണ്ടാമത് നിങ്ങൾക്ക് നല്ലൊരു ക്ലയൻറ്റിനെ കിട്ടാനായിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റും പിന്നെ അതേപോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ലീഡ്സും വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവഴി നല്ല രീതിയിലുള്ള ക്ലയൻസിനെ കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ എല്ലാവർക്കും വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ഇനി വെബ്സൈറ്റ് ഉള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ SEO കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് നല്ലൊരു ക്ലയൻസിനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കാര്യം എടുത്താൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു സ്റ്റോർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റോർ അതായത് ഒരു 50 പേര് ഡെയിലി വന്നു പോകുന്ന ഒരു സ്റ്റോർ ഉണ്ടെന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ ആളുകൾ വരും. ഓക്കെ, അപ്പോൾ ഒരു 10 ലക്ഷം റുപ്യേൻ്റെ ഓഫീസുള്ള ഒരാൾ സത്യം പറഞ്ഞാൽ 1 ലക്ഷം റുപ്യേൻ്റെ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് നഷ്ടമല്ല. കാരണം ഒരു വെബ്സൈറ്റിൽ ഒരു ദിവസം ആയിരങ്ങൾ കയറുന്ന ഒരു സ്ഥലമാണ് ഈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ ഫ്രീലാൻസിങ് ആണെങ്കിൽ നമ്മൾ ചെറിയ ഒരു വെബ്സൈറ്റ് എന്ത് ചെയ്യുക നമ്മൾക്ക് വേണം, നല്ല രീതിയിൽ SEO ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ എല്ലാവർക്കും പറഞ്ഞല്ലോ വെബ്സൈറ്റിൻ്റെ കാര്യം പറ്റില്ല. അപ്പോൾ ഗൂഗിൾ മൈ ബിസിനസ് എന്ത് ചെയ്യണം, നിങ്ങൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾക്ക് നല്ലൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈല് വേണം. പിന്നെ അതുവഴി കണ്ടന്റ് നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എന്ത് ചെയ്യും ലീഡ്സും ക്ലയൻസും എല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ എത്ര ക്ലയൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലയൻറ്റിന് കൊടുക്കുന്ന സർവീസിലാണ് എല്ലാം ഉള്ളത്. അവർ നിങ്ങൾക്ക് രണ്ടാമത്തെ വട്ടം അതേ പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അത്രയും ക്വാളിറ്റി സർവീസ് എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് സർവീസിലൊരു വിട്ടുവീഴ്ച ചെയ്യരുത്. ഫസ്റ്റ് കുറച്ച് പൈസ കുറച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതൊന്നും കാര്യമാക്കണ്ട, നമുക്ക് നല്ല സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അതിനേക്കാളും നമുക്ക് ഏൺ ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രീലാൻസിങ് ചെയ്യുന്ന നിങ്ങളെ ഫ്രണ്ടിന് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അത്രയും പ്രൊഫൈലുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഇനി ഏതെങ്കിലും സ്കില്ല് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോഴ്സുകൾ എവിടെ നിന്നൊക്കെ പഠിക്കാമെന്നൊക്കെ എന്ത് ചെയ്യുക ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം.